കപ്പലിൽ നടത്തിയ ചെറിയൊരു പാർട്ടിയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഉപയോഗമില്ലാത്ത ചാർട്ട് പേപ്പറിൻ്റെ പുറകിലായിട്ട് എല്ലാവരെയും പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള വെൽക്കം ഒക്കെയാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ പാർട്ടി നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഓഫീസർ മെസ് റൂമിൻ്റെ ഭിത്തിയിൽ മാഗ്നറ്റിക് ക്ലിപ്പ് ഉപയോഗിച്ചിട്ട് ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അന്നേ ദിവസം കളിക്കാനുള്ള പലതരത്തിലുള്ള ഗെയിംസിൻ്റെയൊക്കെ ഒരുക്കങ്ങളാണ് ഇപ്പം ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഈ വീഡിയോയുടെ അവസാനം നമുക്ക് കാണാം. മെയിനായിട്ടുള്ള ഒരുക്കങ്ങൾ നടക്കുന്നത് കപ്പലിൻ്റെ ഗ്യാലി എന്നറിയപ്പെടുന്ന അടുക്കളയിലാണ്. ചീഫ് കുക്ക് തൻ്റെ പരിചയ സമ്പത്തൊക്കെ മൊത്തത്തിൽ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. നോൺ വെജ് വിഭവങ്ങളൊക്കെ അത്തപ്പൂവൊക്കെ ഒരുക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ അലങ്കരിച്ച് മസാലയൊക്കെ പുരട്ടി ഓവൻ്റെ അകത്ത് വെച്ച് സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ആട്, പോത്ത്, കോഴി, താറാവ് എന്നീ എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട്. അതുപോലെ തന്നെ സീ ഫുഡ് വിഭാഗത്തിൽ മീൻ, ചെമ്മീൻ, ഞണ്ട്, കല്ലുമ്മക്കായ എന്നീ ഐറ്റംസും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ വെജിറ്റേറിയൻസിനുള്ള കുറച്ച് കാര്യങ്ങളും അവിടെ ഒരുക്കുന്നുണ്ട്. അങ്ങനെ പലതരം ഐറ്റംസ് വറുത്തും പൊരിച്ചും ഒക്കെ പാർട്ടിക്കായിട്ട് അവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ടിക്ക് കുറേയേറെ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കേണ്ടത് കൊണ്ട് തന്നെ ചീഫ് കുക്കിനെ സഹായിക്കാനായിട്ട് ഡെക്ക് എൻജിൻ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിന്ന് ഓരോരുത്തരെ നമ്മൾ സഹായിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അവരെല്ലാവരും ഒരു ടീമായിട്ട് നല്ല രീതിയിൽ ഒത്തൊരുമയോടുകൂടി എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 6:45 ഓഫീസർ മെസ് റൂമിലെ ഭക്ഷണ സാധനങ്ങളൊക്കെ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ വെജിറ്റേറിയൻസ് ഉള്ള സാധനങ്ങളാണെങ്കിൽ മറ്റ് ഭൂരിഭാഗവും കൈയടക്കിയത് നോൺ വെജ് ഐറ്റംസ് ആയിരുന്നു. ഈ മേശ മുഴുവൻ നിറഞ്ഞതുകൊണ്ട് തന്നെ ബാക്കി ഐറ്റംസ് മറ്റ് 2 മേശകളിലൊക്കെ ആയിട്ടാണ് സെറ്റാക്കി വെച്ചിരിക്കുന്നത്. 0 ആൽക്കഹോൾ പോളിസിയുള്ള കപ്പലായതുകൊണ്ട് തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് മാത്രമേ നമുക്കുള്ളൂ. അതോടൊപ്പം തന്നെ ചീഫ് കുക്ക് ഉണ്ടാക്കിയ പലതരത്തിലുള്ള കേക്കുകൾ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. പുലാവും ബട്ടർ നാനും ഇങ്ങേയറ്റത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭക്ഷണവും മധുരവും സോഫ്റ്റ് ഡ്രിങ്ക്സും എല്ലാം കൂടെ ഉൾപ്പെടെ 34 ഐറ്റംസ് നമ്മുടെ ഈ പാർട്ടിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്നേ ദിവസം പ്രത്യേകിച്ച് ഡ്രസ് കോഡ് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ലായിരുന്നു. എന്നിരുന്നാൽ പോലും കൂടുതൽ ആൾക്കാരും കറുത്ത വസ്ത്രമാണ് ഇട്ടുകൊണ്ട് വന്നത്. ചാക്കോച്ചനും ചീഫ് കുക്കും കേക്ക് മുറിച്ചതോടുകൂടി നമ്മുടെ പാർട്ടി ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പയ്യെ ഭക്ഷണ സാധനങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഭക്ഷണമായിരുന്നു. എല്ലാ കൂട്ടവും കുറച്ച് എടുത്ത് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു സൈഡ് എത്തിയപ്പോഴത്തേക്കും പയ്യെ ഡാൻസ് കളിക്കാനായിട്ട് ചാക്കോച്ചനെ ഓരോരുത്തരെയും വിളിച്ച് നടുക്കോട്ട് വരുത്തുന്നുണ്ട്. അങ്ങനെ പയ്യെ ഡാൻസൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഹിന്ദി, മലയാളം, തമിഴ് ഗാനങ്ങളുടെ ചൂട് വെച്ചിട്ടാണ് ആൾക്കാർ കളിക്കുന്നത്. ചെറിയൊരു സ്റ്റാർട്ടിംഗ് ട്രബിളിന് ശേഷം നമ്മുടെ ആനിക്കുട്ടിയും അവൾക്ക് പറ്റാവുന്ന രീതിയിലുള്ള സ്റ്റെപ്പുകളൊക്കെ വെച്ച് ഡാൻസിലേക്ക് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ഡാൻസ് സ്റ്റെപ്പ് അറിയാവുന്നവരോടൊപ്പം ഞങ്ങളും ചെറിയ രീതിയിൽ പങ്കെടുത്തു. അങ്ങനെ പയ്യെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ ഡാൻസ് കളിക്കുന്നതിൽ ഭാഗമായി. കപ്പലിൻ്റെ ജോലിഭാരത്തിന് ഇടയിൽ വല്ലപ്പോഴും വീണ് കിട്ടുന്ന ഇതുപോലുള്ള കൂടിച്ചേരലുകൾ കപ്പലിൻ്റെ ജോലി സമ്മർദ്ദത്തിൽ നിന്നും അയവ് വരുത്താനായിട്ട് ഞങ്ങളെയൊക്കെ വളരെയധികം സഹായിക്കാറുണ്ട്. അവസാനമായിട്ട് നമ്മുടെ ചീഫ് കുക്കിൻ്റെ നല്ലൊരു കിടിലൻ ഡാൻസും ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചതിൻ്റെ എനർജി മൊത്തത്തിൽ എല്ലാവരും ഡാൻസ് കളിച്ച് തീർത്തു. 8 മണി കഴിഞ്ഞപ്പോഴത്തേക്കും ചീഫ് ഓഫീസർ കപ്പലോടിക്കുന്ന പുള്ളിയുടെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് താഴെ എത്തി. നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന തമ്പോല ഗെയിമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. കപ്പലിലെ തമ്പോല കാര്യങ്ങൾ സെറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താണ് നമ്മൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ഒരു ഗെയിം കഴിഞ്ഞതിന് ശേഷം അടുത്തതായിട്ട് നെറ്റിയിലുള്ള ബിസ്ക്കറ്റ് കൈ തൊടാതെ വായിക്കാത്താക്കുക എന്നുള്ള ഒരു കളിയാണ് നടന്നത്. വലിയ രീതിയിൽ ബുദ്ധി ഉപയോഗിച്ച് കളിക്കേണ്ട കളിയല്ലാത്തതിനാൽ തന്നെ എല്ലാവരും തന്നെ അതിൽ പങ്കെടുത്തു. അതുകൊണ്ട് തന്നെ 3 ബാച്ചായിട്ടാണ് ആ ഒരു ബിസ്ക്കറ്റ് തീറ്റ മത്സരം നടത്തിയത്. അതിൽ നമ്മുടെ ഡെക്കേഡ് ഡിനുവിന് ഫസ്റ്റ് കിട്ടി. അതിനുശേഷം തീറ്റ മത്സരത്തിലേക്ക് പോയി 2 ടീമുകളായിട്ട് തിരിഞ്ഞു. ഓരോ ടീമിലും 5 പേര് വീതമുണ്ടായിരുന്നു. സോഫ്റ്റ് ഡ്രിങ്ക്സ്, തക്കാളി, ആപ്പിള്, സ്പ്രിംഗ് റോള്, അവസാനം ബ്രെഡ് എന്നീ ഓർഡറിലായിരുന്നു സാധനങ്ങൾ വെച്ചിരുന്നത്. അപ്പോൾ സോഫ്റ്റ് ഡ്രിങ്ക്സിൽ തുടങ്ങിയ തീറ്റ മത്സരം ബ്രെഡിൽ
അവസാനിച്ചു. അവസാനമായിട്ട് ഭാഗ്യശാലിക്ക് വേണ്ടി ഒരു നറുക്കെടുപ്പും നടത്തി. അപ്പം അതിലൊക്കെ വിജയിച്ചവർ എല്ലാവർക്കും തന്നെ സമ്മാനം കൊടുത്തു. തീറ്റ മത്സരത്തിൽ വിജയിച്ച ആളുകൾക്ക് അവിടെ വറുത്തു വെച്ച 2 മീനാണ് സമ്മാനമായിട്ട് കൊടുത്തത്. അങ്ങനെ ഒരു അടിപൊളി പാർട്ടി അങ്ങനെ അവസാനിച്ചു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും സ്റ്റേ ട്യൂൺ, സ്റ്റേ സേഫ്. താങ്ക് യു.